മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനു ചാക്കോ. നമുക്കിന്നൊരു പുഴയുടെ കരയിലേക്ക് പോവാം. അപ്പോൾ ഒരാൾ അതുവഴി നടന്നു വരുമ്പോൾ നമ്മൾ നടന്നു വരുന്ന ആളെ സോമൻ എന്ന് വിളിക്കാം. അവിടെ ഒരാളിരുന്ന് ചൂണ്ടയിടുന്ന ആളെ ബാലൻ എന്നും വിളിക്കാം. ബാലൻ ഇങ്ങനെ ചൂണ്ടയിടും, മീൻ എടുക്കും, ഒരു സ്കെയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇയാൾ ആ സ്കെയിൽ വെച്ചിട്ട് മീനിൻ്റെ ലെങ്ത്ത് നോക്കും. അത് കഴിഞ്ഞാൽ ആ സ്കെയിലിൻ്റെ ചെറിയ സ്കെയിലാണ്, ആ സ്കെയിലിനേക്കാൾ വലിയ മീനാണെങ്കിൽ അയാളത് അപ്പം എടുത്ത് പുഴയിലേക്ക് ഇടും. ഇത് കുറേ നേരം സോമൻ ഇങ്ങനെ നോക്കി നിൽക്കും. ചേക്ക് വട്ടുണ്ട്, ഇയാൾ എന്തുട്ടി കാണിക്കണേ? പുഴയിൽ നിന്ന് മീൻ ചൂണ്ടിയിട്ട് എടുക്കുക, എന്നിട്ട് തിരിച്ചറിയുക. അപ്പോൾ ഇതെന്താണെന്നൊരു കൗതുകം, അതറിയാണ്ടൊരു കൗതുകം തോന്നിയിട്ട് സോമൻ ചെന്ന് ബാലനോട് ചോദിക്കും, എന്തേ നിങ്ങളിങ്ങനെ ചെയ്യണേ? എന്താ മീനെ പിടിച്ചിട്ട്? അപ്പോൾ ബാലൻ പറയും, എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ചട്ടി ഈ സ്കെയിലിൻ്റെ അത്ര വട്ടമുള്ള ചട്ടിയാണ്. ഇതിനേക്കാളും വലിയ മീൻ പിടിച്ചുകൊണ്ട് പോയി ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ഞാനത് പുഴയിലേക്ക് ഇടുകയെന്നു. അപ്പോൾ ഈ സോമൻ ചോദിക്കും ബാലനോട്, അതിന് താനൊരു വലിയ ചട്ടി മേടിച്ചപ്പോൾ താൻ എന്നിട്ട് ഈ പരിപാടി കാണിക്കണേന്ന് ചോദിക്കും. അപ്പോഴാണ് ബാലന്, ശരിയാണല്ലോ, ഞാനൊരു വലിയ ചട്ടി മേടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലെങ്കിൽ പിടിക്കണം മീൻ നടുവൊന്ന് മുറിച്ചാൽ മതി. അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ പരിഹസിക്കും നമ്മൾ ആ ബാലന്, ഇയാൾ എന്തൊരു വിഡ്ഢിയാന്ന്. നമ്മുടെ കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ ഒരു മീനിൻ്റെ ഒരു സ്കെയിലിൻ്റെ ലെങ്ത്തുള്ള മീനെ പോലെയാണ് വെച്ചേക്കണേ. അപ്പോൾ അതേ അവർക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഈ വലിയ ചട്ടി പോലെ കൂടുതൽ എഫേർട്ട് എടുത്താൽ അവർക്ക് ഈ സ്വപ്നം കുറച്ചും കൂടി വലിയ മീനെ പോലെ അവർക്ക് കുറച്ചും കൂടി വലിയ സ്വപ്നങ്ങൾ കണ്ടുകൂടെ, ഉയരങ്ങളിലേക്ക് എത്തിക്കൂടെ? ഇത് കുട്ടികളുടെ കാര്യം. നമ്മളെ വീട്ടമ്മമാർക്ക് ഒന്നിനും നേരമില്ല, അല്ലെങ്കിൽ പറയുന്ന എനിക്ക് പല ഹോബീസ് ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്, ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പല ഡ്രീംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളെല്ലാവരും പറയും. നമ്മൾ തന്നെയല്ലേ പ്രശ്നം? നമ്മൾ തന്നെയാണ് ഇതൊന്നും നടക്കാത്തതിൻ്റെ പ്രശ്നം. ഈ ചട്ടി വലുത് മേടിക്കണ പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് അല്ല കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആവാം. അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സമയക്കൊല്ലികൾ മാറ്റി വെച്ചാൽ നമ്മുടെ ഈ ഡ്രീംസും ഹോബീസും എല്ലാം ഈ ചെറിയ മീനെക്കാളിലും ചെറിയ ചട്ടിയിൽ കിടക്കുന്നതിനേക്കാളും നമ്മളെ ഡ്രീംസും ഹോബീസും ആകുന്ന മീൻ കുറച്ചും കൂടി വലുതാക്കി നമ്മുടെ എഫേർട്ടും കുറച്ചും കൂടി വലുതാക്കുമ്പോൾ ആ എഫേർട്ടിൻ്റെ ഉള്ളിലിടുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നിരാശ ഉണ്ടാവില്ല. ഇപ്പോൾ ഒട്ടുമുക്ക ഹോം മേക്കേഴ്സും അല്ലെങ്കിൽ ഹൗസ് വൈഫ്സിൻ്റെ തന്നെ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കണ്ട. ഇപ്പോൾ ഈ പ്രസൻസ്, അതായത് ബെസ്റ്റ് ടൈം ഇസ് നൗ എന്ന് ഞാൻ പണ്ടും പറയും എപ്പോഴും പറയും. അപ്പോൾ ഇപ്പോൾ നമ്മളെന്താണ്, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചട്ടി ഒന്ന് വലുതാക്കിയാൽ പോരെ നമ്മുടെ വലിയ മീൻ അതിനകത്ത് ഇടാൻ? അല്ലെങ്കിൽ നമ്മൾ ഈ ഹോബീസും ഡ്രീംസൊക്കെ ഒന്ന് കുഞ്ഞായിട്ട് മുറിച്ചാലും പറ്റും. എല്ലാ ഹോബീസും വേണ്ട. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ കുറേ അധികം കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചു, അതെല്ലാം ഇപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ 1 or 2 നമുക്കിപ്പോൾ ചെയ്തുകൂടെ? ഇപ്പോൾ ഗാർഡനിൽ കുനിഞ്ഞ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, പ്രായമാകുമ്പോൾ കുനിയാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്കും ഒരു ഇൻഡോർ ഗാർഡൻ ഉണ്ടാക്കാം വീട്ടിൽ. അതിന് ഇപ്പം സ്റ്റാൻഡ് മേടിച്ചു, അതിനകത്ത് വില കൂടിയ ചെടികളൊന്നും വേണ്ട ഇപ്പം അല്ല. പക്ഷേ ഞാൻ ഒന്നും വേണ്ട, ഇപ്പോഴത്തെ നമ്മുടെ മണി പ്ലാന്റ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. അത് വെറുതെ ഒന്ന് ഒടിച്ചു പോയാൽ നമ്മുടെ തോട്ടം, നമ്മുടെ ഇൻഡോർ ഗാർഡൻ ഉഗ്രനാവും. പക്ഷേ കാണുന്നവർ പറയും, പക്ഷെ കാണുന്നവരുടെ അല്ല, നമ്മുടെ ചട്ടിയും വലുതാക്കി നമ്മൾ മീനതിനകത്തിട്ടു. അവളുടെ അറിവിൽ പറയണമായിരുന്നു, നമ്മുടെ ഡ്രീംസിന് ആരാണ് ലൈൻ വരയ്ക്കുന്നത്? നമ്മൾ തന്നെയാണ് വരയ്ക്കുന്നത്, വേറൊരാളെ കൊണ്ട് വരപ്പിക്കണ്ട. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചിന്തിക്കുക, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട്
കുറച്ച് എഫേർട്ട് എടുത്ത് നമ്മുടെ ചട്ടി ഒന്ന് വലുതാക്കിയാൽ നമുക്ക് വലിയ മീൻ അതിനകത്തിട്ട് കറി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ആ വലിയ മീൻ തന്നെ വേണമെന്നില്ല, ആ വലിയ മീൻ 2 കഷ്ണമാക്കിയിട്ടിട്ടാലും നമ്മൾക്ക് ഈ പുഴയിലേക്ക് നമ്മുടെ ഡ്രീംസ് ആവുന്ന മീനെ ഇടേണ്ടി വരില്ല. ഈ ചിന്ത കൊണ്ട് നമുക്കൊന്ന് തുടങ്ങിയാലോ? ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. അനു ചക്കു.